വളരെ മമ്മൂക്കയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ പുള്ളി തീർച്ചയായിട്ടും, കാരണം നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാകും. നമുക്കൊരു സിനിമ ആണെങ്കിൽ പുള്ളിയുടെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു വ്യത്യസ്തമായിട്ടൊരു ഇത് കാണാൻ പറ്റും. കാരണം ഇതുവരെ കണ്ടിട്ടുണ്ട്, പലരും പറയും മറ്റേ വിജയനിൽ കണ്ടിട്ടുണ്ട്, മറ്റേ സിനിമകളിൽ ഇങ്ങനെ വില്ലൻ ടച്ചുള്ള ഒരു സീനുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം തികച്ച് വ്യത്യസ്തമായിട്ട് ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഒരു ടച്ച് വരുന്നത് തോന്നുമെങ്കിലും, പക്ഷേ അത് അങ്ങനെയല്ല. ഇത് ഈ ഒരു കഥാപാത്രം ഇങ്ങനെയാണ്. ഇങ്ങനെ കഥാപാത്രത്തിൽ മമ്മൂട്ടി ഇനിയുമ്പോൾ കണ്ടിട്ടില്ല. അത് തികച്ച് വ്യത്യസ്തമായുള്ള രീതിയിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും എനിക്ക് മാറ്ററേ തോന്നിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും നമ്മൾ ബോധേഡാവാൻ പോലും തോന്നിയില്ല. കാരണം നമ്മളൊരു സിനിമ എന്തുകൊണ്ടത് എന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സിനിമ തുടങ്ങി കഥാപാത്രത്തിൽ പറയുന്നു, കഥ പറയുന്നു, നമുക്കൊരു ജിജ്ഞാസ ഉണ്ടാകും. കാരണം നമ്മൾ വളരെ കാലത്തിന് ശേഷമാണ് ഒരു പഴയൊരു മന ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലും കാണിക്കുന്നത്. നമുക്കെല്ലാവരും കണക്ട് ചെയ്യും. നമ്മളെല്ലാം പല ജീവിതത്തിൻ്റെ പല സമയങ്ങളിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെ പഴയ മന അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ താന്ത്രിക വിദ്യ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ താന്ത്രികെന്ന് ഞാൻ എൻ്റെ ഒരു തോന്നിയൊരു ഐഡിയ വെച്ച് പറയണം. അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ സംഭവിക്കും, പ്രീതിപ്പെടുത്താം, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോട് പ്രീതിപ്പെടുത്താം. ഇതൊക്കെ നമുക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇതെല്ലാം വന്നിട്ട് ഇനി അടുത്തെന്തോ എന്നുള്ള രീതിയിൽ ഒരു കണക്ട് ചെയ്ത് അവസാനം കൊണ്ട് മികച്ച ത്രില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഭയങ്കര മാസ് എലിമെൻ്റാണ്. അങ്ങനെ മാസ് എലിമെൻ്റ് അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് ആ സിനിമയ്ക്ക് ആവശ്യമായ കാര്യത്തിൽ ഒന്ന് ഒരു പ്രേക്ഷകരുടെ എന്ന രീതിയിൽ എന്നെ തീർച്ചയായിട്ടും സംതൃപ്തനാക്കിയ ഒരു സിനിമ തന്നെയായിരുന്നു. അതിൽ 3 പേര്, അതിൽ കൂടുതലും സിദ്ധാർത്ഥ് ഭരതൻ, പിന്നെ അർജുൻ അശോകൻ, പിന്നെ മമ്മൂട്ടി, ഈ 3 പേരുടെ ആ ഒരു ഇതുണ്ട്. അതായത് ഒരാളെ പറ്റി ഇവരുടെ 3 പേരുടെ ഒരു പെർസെപ്ഷൻ പറയും അതിങ്ങനെയാണ്. അപ്പം നമുക്ക് ചോദിക്കും ഇത് ശരിയാണ്. അപ്പോൾ മറ്റേ ആൾ ഇങ്ങനെ അങ്ങനത്തെ രീതിയിലൊക്കെ ഇങ്ങനെ സറൗണ്ട് ചെയ്ത് ഇങ്ങനെ കഥ ഇങ്ങനെ അവസാനം വരെ ഇങ്ങനെ തൊഴിലെടുപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും മികച്ചൊരു അനുഭവം തന്നെയാണ് എന്നെ സംബന്ധിച്ച്. പിന്നെ അത് BGM അതെടുത്ത് പറയേണ്ടതാണ്. കാരണം ഒരു കോവിഡ് കഴിഞ്ഞതിന് ശേഷം വന്ന പല മലയാള സിനിമകളിലും എനിക്ക് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ BGMൻ്റെ കാര്യത്തിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം സത്യമാണെന്ന് എനിക്കറിയില്ല. പലരും പറഞ്ഞ് ചിലപ്പോൾ പോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് മ്യൂസിക്കിനാണ് ആദ്യം, അല്ല മീൻസ് സൗണ്ട്. പക്ഷേ ഇത് എനിക്ക് തിയേറ്ററിനകത്ത് ഇരുന്നിട്ട് ഇത് മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് ഞാൻ പറയുന്നത്. കാരണം മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ സീനും നമ്മൾ എലവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് മ്യൂസിക് വളരെ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമകളിൽ, മലയാള സിനിമകളിലെല്ലാം അവർ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഞാനൊക്കെ എപ്പോഴും ശബ്ദം ഭയങ്കര നല്ല രീതിയിൽ ആസ്വദിക്കണം എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇത് മികച്ച രീതിയിൽ ഇതൊരു യൂഷ്വൽ ടിപ്പിക്കൽ സിനിമയല്ല. നമ്മൾ ടിപ്പിക്കൽ കാണുന്ന പോലെ പാട്ടുരംഗങ്ങളുള്ള പാട്ടോ ഇല്ല. ഇതിനകത്തുണ്ട്, പാട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ആ ഒരു കഥാ സാഹചര്യത്തിന് ആവശ്യമായ രീതിയിലാണ് ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നതും എൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പക്ഷേ എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇത് കണക്ട് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം അവർ മുൻവിധിയോടെ ഒന്നും വരരുത്. അവർ പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, വളരെ കഥാപാത്രങ്ങളേ ഉള്ളൂ, വളരെ കുറച്ച് കഥാപാത്രങ്ങളുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാം ഒരു കഥ ഇങ്ങനെയാണ്, അതിൽ എങ്ങനെ മുന്നോട്ട് പോകണം. അപ്പം ഇടയ്ക്ക് ചിലപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് എനിക്കത് ലാഭമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പോൾ അങ്ങനെ ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ എൻ്റെ തിയേറ്ററിൽ ഞാനിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഫസ്റ്റ് ഡേ മോർണിംഗ് ഷോ കാണുമ്പോഴത്തേക്ക് എല്ലാവരും, ഞാനിന്ന് ഫസ്റ്റ് ഷോയാണ് കണ്ടത് തിയേറ്ററിനകത്ത്. എനിക്ക് മനസ്സിലായത് തിയേറ്ററിൽ എല്ലാവരും എൻജോയ് ചെയ്ത് ആ സിനിമയോട് കണക്ട് ചെയ്ത് തന്നെ കണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. മമ്മൂക്കേനെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പ്രതീക്ഷിക്കല്ലോ സിനിമ. അത് തീർച്ചയായിട്ടും. കാരണം ഈ അടുത്ത് നമുക്കറിയാമല്ലോ, നമ്മൾ അടുത്തിറങ്ങിയ ചില സിനിമകളുടെ ഇപ്പം മുമ്പ് നമ്മൾ ഇങ്ങനെ രീതിയിൽ ഭയങ്കര രീതിയിലൊരു ഹൈപ്പ്, അതിനു വേണ്ടി തന്നെ ആയിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളൊരു പ്ലാൻ മൈൻഡായിട്ട് കൂടെ പോയിട്ട് നമുക്ക് എന്താണ് കാണുക അതും കണ്ടങ്ങ് അങ്ങ് ആസ്വദിക്കുക. അതിനായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. അത് തന്നെയാണ്. കാരണം ഞാനിപ്പോൾ പറഞ്ഞ് ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തോ ഭയങ്കര മാസ് എലിമെൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ പുള്ളി മറ്റേ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു അങ്ങനെ ഒറ്റയ്ക്ക് 10 പേരെ അടിച്ചിടുന്നു, അത് അങ്ങനെയല്ല. ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യം. നമുക്കറിയാം മലയാള സിനിമകളുടെ ഇങ്ങനത്തെ കഥാപാത്രങ്ങളെല്ലാം നമുക്ക് ഇതിനുമ്പോൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇത് ഇങ്ങനെയാണ്. പക്ഷേ എനിക്കത് ചില രംഗങ്ങളിൽ ഓവർ ദ ടോപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. ശരിയാണ്.